പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. കഴിഞ്ഞ വർഷം അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് ഫ്രീസ് ചെയ്തിരുന്നു. ഇതിൽ ഒരു എഫ്ഐആർ പോലും ഉണ്ടാവാത്തതിന് പിന്നിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാമിന്റെ ഇടപെടലെന്ന് ലാലി വിൻസെന്റ് ആരോപിച്ചു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആനന്ദകുമാറിന്റെ കൂടെ തന്നെയുള്ള ഒരു ഡയറക്ടറാണ് ബേബി കോഴിക്കോട്ടുകാരനാണ്. ബേബിയുടെ ബന്ധുവാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാമിനെ കൊണ്ട് DIGക്ക് അപ്പോയിന്റ്മെന്റ് എടുപ്പിച്ച് ഇവരെ ഈ ബേബിയും ബീന സെബാസ്റ്റ്യനും കൊച്ചനിയൻ എന്ന് വിളിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോണും പിന്നെ ഒരു പ്രസാദും എല്ലാവരും കൂടെ ചേർന്ന് DIGയെ പോയി കണ്ട് DIG വഴി SP-ക്കും SP വഴി മറ്റ് പല പോലീസ് ഓഫീസർമാർക്കും ഇത് അന്വേഷിക്കുന്നതിനും ഇവരെ സഹായിക്കുന്നതിനും വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ കെ.എം. എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരുന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. കെ.എം. എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് കൊച്ചി പൊന്നുരുന്നിയിലുള്ള NGO കോൺഫെഡറേഷൻ ഓഫീസ് കൈകാര്യം ചെയ്യുന്നതെന്നും ലാലി വിൻസെന്റ് ആരോപിക്കുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ വിവാദത്തിനിടെ കെ.എം. എബ്രഹാമിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് ഉയർത്തുന്ന ആരോപണം എന്താണ്? അവരെന്താണ് വിശദീകരിക്കുന്നത്? അമൽ സുരേന്ദ്രൻ. TK റീജത്ത്, നമ്മൾ പാതിവില തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വന്ന സമയം തൊട്ട് ലാലി വിൻസെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലാലി വിൻസെന്റിന്റെ ആരോപണങ്ങൾ അവർക്ക് പറയാനുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെയെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ലാലി വിൻസെന്റ് പുതുതായി നമുക്ക് നൽകുന്ന വിവരം എന്ന് വെച്ചാൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ.എം. എബ്രഹാമിന് ഈ ഒരു കേസിലുള്ള പങ്കിനെ കുറിച്ചാണ് വെളിപ്പെടുന്നത് അല്ലെങ്കിൽ പുതിയ ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കെ.എം. എബ്രഹാമിന്റെ ബന്ധുവായിരുന്ന ബേബിയാണ് നാഷണൽ NGO കോൺഫെഡറേഷന്റെ പൊന്നുരുന്നിയിലുള്ള ഓഫീസ് മേൽനോട്ടം നടത്തിക്കൊണ്ടിരുന്നതെന്നും ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബേബിയുടെ സ്വാധീനം കെ.എം. എബ്രഹാമുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ബന്ധം ഈ ഒരു കേസിന് വേണ്ടി ഉപയോഗിച്ചെന്നും 2024 ഒക്ടോബർ മാസം 3-ാം തീയതി ഈ കേസിൽ ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ പോലീസ് കളമശ്ശേരിയിലുള്ള ഈ അനന്തു കൃഷ്ണന്റെ സ്വകാര്യ അക്കൗണ്ട് അല്ലെങ്കിൽ അനന്തു കൃഷ്ണന്റെ കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അനന്തു കൃഷ്ണനും ബേബിയും കെ.എം. എബ്രഹാമിനുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് DIGയെ ചെന്ന് കാണുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് ഈ ഒരു കേസിൽ ഒരു FIR ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴെല്ലാം എന്തുകൊണ്ടാണ് FIR ഇടാത്തത് എന്നതിനെക്കുറിച്ച് വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. അതിന് ഉത്തരം നൽകിയാണ് ലാലി വിൻസെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായ ആരോപണമാണ് ലാലി വിൻസെന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലി വിൻസെന്റിന് ഹൈക്കോടതി സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അറസ്റ്റിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിസരത്ത് നിന്നുകൂടി കൊണ്ടാണ് കുറെ കൂടി ധൈര്യം സംഭരിച്ചുകൊണ്ട് ലാലി വിൻസെന്റ് ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കുന്നത്. TK റീജിത്ത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.